ഹലോ എവരി വൺ, ഏവർക്കും രേവൂസ് കോൾസ് എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾക്ക് ഇന്നൊരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കിയാലോ? ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മണിപ്പുട്ടാണ്. അതിനാവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. ഞാൻ എലൈറ്റിൻ്റെ 1 കിലോൻ്റെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ തിളയ്ക്കണം. ആ വെള്ളത്തിൽ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മിക്സ് ആക്കണം. ആ വെള്ളം അരിപ്പൊടിയിൽ ഇതുപോലെ കുറച്ച് കുറച്ചായി ഒഴിച്ച് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വയ്ക്കണം. അടച്ച് വയ്ക്കുന്നത് ആ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടാണ്. അടച്ച് വയ്ക്കുക. അടച്ച് വെച്ചതിന് ശേഷം നേരിയ ചൂടിൽ തന്നെ നമുക്ക് കുഴച്ച് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുളകളായി എടുക്കേണ്ടതാണ്. ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ആ പാത്രത്തിലേക്കും നമ്മുടെ കയ്യിലും തൂകിയിട്ട് ഇതുപോലെ മണിപ്പുട്ടിന് ആവശ്യമായ രീതിയിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് അരിപ്പൊടി തൂക്കി കൊടുക്കണം. കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ അരിപ്പൊടി കയ്യിൽ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ കയ്യിൽ ഈ അരിപ്പൊടി ഒട്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഉരുട്ടാൻ സാധിക്കില്ല. ഇതുപോലെ നേരിയതായിട്ടും നമുക്ക് ഉരുളകളായിട്ടും ഇതിലേക്ക് ഉരുട്ടിയിടാവുന്നതാണ്. ഞാൻ കുറച്ച് ഉരുളകളായിട്ടും ഇതുപോലെയും നീളത്തിലും. ഇപ്പോൾ രാവിലെ ഉണ്ടാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാത്രി തന്നെ ഇതുപോലെ നമ്മൾ TV കാണുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇരുന്നൊന്ന് ഉരുട്ടി വെക്കുകയാണെങ്കിൽ ഒരു ഡബ്ബയിലിട്ട് വെക്കുകയാണെങ്കിൽ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. കുറച്ച് അരിപ്പൊടി തൂകി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തൊന്ന് വെച്ചാൽ മതി. കാരണം അത് ഒട്ടിപ്പിടിക്കില്ല. ഡബ്ബയിലിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാവുന്നതാണ്. ഇതുപോലെ എല്ലാം ഉരുളകളായിട്ട് നമ്മൾക്ക് ഉരുട്ടി എടുക്കേണ്ടതാണ്. തേങ്ങയിട്ടു നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന മണിപ്പൂട്ടും ഇട്ടു ഇടയിൽ കുറച്ച് തേങ്ങയും ഇട്ടിട്ട് ഇതുപോലെ നമ്മൾക്ക് ആവിയിൽ കുക്കറിലാണ് ഞാൻ വെച്ചേക്കുന്നത്. കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം. കുക്കറിൽ ഒരു 5 മിനിറ്റ് മതിയാകും. പെട്ടെന്ന് ആവി വരും. നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ആവി പറക്കുന്ന മണിപ്പുട്ട് റെഡിയായിട്ടുണ്ട്. കുറച്ച് സമയമെടുക്കുമെങ്കിലും വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റാണ് ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ കട്ടിയുള്ള തേങ്ങാപ്പാലാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ. ഞാൻ വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി നോൺ പ്ലേറ്റിലേക്ക് ഇട്ടു. തേങ്ങാപ്പാൽ കട്ടിയുള്ള തേങ്ങാപ്പാലായിരിക്കണം. കൂടുതൽ വെള്ളം ചേർക്കാതെ തേങ്ങ അരച്ച് എടുക്കണം. ഇത് ചൂടോടുകൂടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.